നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 3 പീടിക ടൗൺ ഐഡിയ ജുവല്ലറിയിൽ മോഷണം. ഓണത്തിന് 1 ലക്ഷം തൊഴിലെന്ന മുദ്രാവാക്യവുമായി സ്ത്രീകൾക്ക് നൈപുണ്യ പരിശീലനം നൽകി പ്രാദേശിക തൊഴിലുകൾ ലഭ്യമാക്കുന്നതിന് വിജ്ഞാന കേരളവുമായി സഹകരിച്ചുകൊണ്ട് ഭൂമന്ത്രി MP രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൃപ്രയാർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ ചെയർമാനായി മുൻ MP TN പ്രതാപനെ വീണ്ടും തെരഞ്ഞെടുത്തു. അവണിശ്ശേരി കൃഷിഭവന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് തറക്കല്ലിട്ടു. വാർത്തകൾ വിശദമായി. 3 പീടിക ടൗൺ ഐഡിയ ജുവല്ലറിയിൽ മോഷണം. കയ്പമംഗലം 3 പീടിക ദേശീയപാതയിൽ പ്രവർത്തിക്കുന്ന ഐഡിയ ജ്വല്ലറിയുടെ പിൻഭാഗം ചുമർ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കടന്നത്. വെള്ളി ആഭരണങ്ങൾ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ലോക്കർ തുറന്നിട്ടില്ല. ഈ ജ്വല്ലറിയിൽ 3-ാം തവണയാണ് ചുമർ കുത്തി തുറന്ന് മോഷണം നടത്തുന്നത്. 2007 നടന്ന മോഷണത്തിൽ സ്വർണമടക്കം ആഭരണങ്ങൾ കവർന്നിരുന്നു. കഴിഞ്ഞ വർഷം സമാനമായ കളവിൽ വെള്ളി ആഭരണങ്ങൾ മാത്രമാണ് നഷ്ടമായത്. ഇത് 3-ാം തവണയാണ് മോഷണം. ഇതുവരെ മോഷ്ടാക്കളെ പിടികൂടുവാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. കയ്പമംഗലം പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓണത്തിന് 1 ലക്ഷം തൊഴിലെന്ന മുദ്രാവാക്യവുമായി സ്ത്രീകൾക്ക് നൈപുണ്യ പരിശീലനം നൽകി പ്രാദേശിക തൊഴിലുകൾ ലഭ്യമാക്കുന്നതിന് വിജ്ഞാന കേരളവുമായി സഹകരിച്ചുകൊണ്ട് കുടുംബശ്രീ ക്യാമ്പയിൻ ആരംഭിക്കുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 3, 4, 5 തീയതികളിൽ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന അധ്യക്ഷരുടെയും സെക്രട്ടറിമാരുടെയും അവലോകന യോഗങ്ങളിലാണ് തൊഴിൽ ക്യാമ്പയിൻ അവസാന രൂപം നൽകിയത്. വിജ്ഞാന കേരളം മുഖ്യ അഡ്വൈസർ ഡോക്ടർ TM തോമസ് ഐസക്കും പ്രധാന വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗങ്ങളിൽ പങ്കെടുത്തു. തൊഴിലന്വേഷകരുടെ പ്രായപരിധി നിശ്ചയിക്കുന്നത് സംരംഭകരായിരിക്കുമെന്ന് വിജ്ഞാന കേരളം മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ TM തോമസ് ഐസക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എന്നാൽ 30 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കാണ് പ്രാമുഖ്യം നൽകുക. ഓണക്കാലത്ത് ജോലി കിട്ടിയവരെയും തൊഴിൽദാതാക്കളെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ആദരിക്കും. ഇതൊരു സാമൂഹ്യ ദൗത്യമായി ഏറ്റെടുക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂർ കിലയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ്, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ HS ദിനേശൻ, കില ഡയറക്ടർ ജനറൽ എക്സിക്യൂട്ടീവ് നിസാമുദ്ദീൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള മാർഗരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമായ കാര്യമാണ്. അപ്പം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രാദേശിക സാമ്പത്തിക വികസനം ഒപ്പം പ്രാദേശികമായിട്ടുള്ള തൊഴിലുകളുടെ സമാഹരണം, ആ നിലയിലാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ കുടുംബശ്രീ മുഖേന ഇതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും കർമ്മപരിപാടി രൂപപ്പെടുത്തുന്നതിനും വിജ്ഞാന കേരളത്തിൻ്റെ സാങ്കേതികമായ പിന്തുണയോടുകൂടി തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ കുടുംബശ്രീയുടെ സംസ്ഥാന ജില്ലാ മിഷനുകളിൽ പ്രത്യേകം ഇംപ്ലിമെന്റേഷൻ യൂണിറ്റുകൾ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കും. പ്രാദേശിക തൊഴിലവസരങ്ങൾ സമാഹരിക്കുക തദ്ദേശ സ്ഥാപനങ്ങളും കുടുംബശ്രീയും ചേർന്നായിരിക്കും. തൊഴിൽ അന്വേഷകരെയും ആ മാർഗത്തിലൂടെ തന്നെ കണ്ടെത്തും. തൊഴിൽ ദാതാക്കളായ സംരംഭകരെയും തൊഴിൽ അന്വേഷകരെയും കൂട്ടിമുട്ടിക്കുന്ന പ്രാദേശിക തൊഴിൽ മേളകൾ ജൂലൈയിൽ തന്നെ തുടക്കം കുറിക്കും. തൃപ്രയാർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ ചെയർമാനായി മുൻ MP TN പ്രതാപനെ വീണ്ടും തെരഞ്ഞെടുത്തു. ഇൻഡോർ സ്റ്റേഡിയത്തിൽ ചേർന്ന വാർഷിക ജനറൽ ബോഡി യോഗമാണ് പുതിയ ഭരണസമിതി തെരഞ്ഞെടുത്തത്. CG അജിത് കുമാർ ജനറൽ സെക്രട്ടറിയായി, TG ദില്ലിരത്ന ട്രഷററായി തെരഞ്ഞെടുത്തു. P മാധവ മേനോൻ അധ്യക്ഷനായി. രക്ഷാധികാരികളായി ശിവൻ കണ്ണോളി, PM അഹമ്മദ്, PR താരനാഥൻ എന്നിവരെ തെരഞ്ഞെടുത്തു. വൈസ് ചെയർമാൻമാരായി PK സുഭാഷ് ചന്ദ്രൻ, CA മുഹമ്മദ് റഷീദ്, ഡാലി J തോട്ടുങ്ങൽ, CM നൌഷാദ്, TU സുഭാഷ് ചന്ദ്രൻ. സെക്രട്ടറിമാരായി CK പാറൻകുട്ടി, MC സക്കീർ ഹുസൈൻ, MP രഞ്ജിത്ത്, AS രാജേഷ്, NK സുഭാഷ് എന്നിവരെയും തെരഞ്ഞെടുത്തു.
അവണിശ്ശേരി കൃഷിഭവന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് തറക്കല്ലിട്ടു. നാട്ടിക നിയോജക മണ്ഡല MLA CC മുകുന്ദൻ അവണിശ്ശേരി കൃഷിഭവൻ കെട്ടിട നിർമ്മാണോദ്ഘാടനം നടത്തി. MLAയുടെ 2024-2025 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് അംഗം സായ രാമചന്ദ്രൻ സ്വാഗതം ആശംസിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിശ്രീ നരേന്ദ്ര അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാ സുകുമാരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിത്യ ജയരാജൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VI ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽ ചാണാശ്ശേരി, ഗീത ശ്രീധരൻ, KA പ്രദീപ്, വൃന്ദ ദിനേശ്, ശ്രീജിത്ത് NB, രാജു AR, ശാരിക പ്രദീപ്, കൃഷി ഓഫീസർ ഷഹനാസ് MR, കൃഷി അസിസ്റ്റന്റ് ലിഷ KR, ഫീൽഡ് അസിസ്റ്റന്റ് ഹേന സജീവ് എന്നിവർ പങ്കെടുത്തു. വടക്കാഞ്ചേരിയുടെ ടൂറിസം വികസനത്തിന് പുതിയ അധ്യായം കുറിച്ച് പൂമല ഡാമിൽ പെഡൽ ബോട്ടിങ്ങിന് തുടക്കമായി. പൂമല ഡാമിൽ ആദ്യഘട്ടമായാണ് പെഡൽ ബോട്ടിംഗ് ആരംഭിച്ചത്. പെഡൽ ബോട്ടിംഗ് സേവ്യർ ചിറ്റലപ്പള്ളി MLA ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷനായി. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് പെഡൽ ബോട്ട് സവാരി സജ്ജമാക്കിയിരിക്കുന്നത്. പെഡൽ ബോട്ടുകൾക്കൊപ്പം കയാക്കിംഗ്, ഫൈബർ വഞ്ചികൾ, സോളാർ ബോട്ടുകൾ, കൊട്ട വഞ്ചികൾ തുടങ്ങി സവാരികളും ഘട്ടം ഘട്ടമായി ഡാമിലൊരുക്കും. പൂമല ഡാമിൽ 3.85 കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് വിനോദസഞ്ചാരി വകുപ്പിന്റെ ഭരണാനുമതിയോടെ നടത്തുന്നത്. ഡാമിനോട് ചേർന്നുള്ള കമ്മ്യൂണിറ്റി ഹാൾ, 4 എക്കോ ഹട്ടുകൾ, 2 കിയോസ്ക്, എക്കോ സൈക്കിൾ പാത, പാർക്കിംഗ് ഏരിയ, കളി ഉപകരണങ്ങൾ, പാർക്ക്, ബോട്ട് ജെട്ടി, റെസ്റ്റോറന്റ് ഏരിയ തുടങ്ങിയ നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ചടങ്ങിൽ മുളങ്ങുന്നത്തുകാവ് പഞ്ചായത്ത് പ്രസിഡന്റ് KJ ദേവസി, തൃശൂർ DTPC സെക്രട്ടറി വിജയ് രാജ്, പുഴക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെസി ഷാജൻ, മുളങ്ങുന്നത്തുകാവ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ഫ്രാൻസി, വാർഡ് മെമ്പർ CP ജോർജ്, TSC ബാങ്ക് പ്രസിഡന്റ് AN കൃഷ്ണകുമാർ, പറമ്പായി ക്ഷീരവികസന സമിതി പ്രസിഡന്റ് CB തോമസ്, പൂമല HSS മാനേജർ AR ചന്ദ്രൻ, തൃശൂർ മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സീന ബീഗം, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അത് വർഷക്കാലത്ത് മാത്രമാണ് ഉണ്ടാവുക. പക്ഷെ അവിടെ അപകടമൊന്നുമില്ലാതെ കുളിക്കാം, മറ്റു കാര്യങ്ങൾ ചെയ്യാം. അതാണ് കുളിയല്ല, വെള്ളത്തിൻ്റെ പിന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ താഴെ നിൽക്കാം. നല്ല സ്ഥലമാണ്. അപ്പോൾ അത് പിന്നെ നമ്മളൊന്ന് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമുണ്ട്. തൊട്ടപ്പുറത്താണ് നമ്മുടെ പത്താഴക്കുണ്ട് ഡാം. ഈ പത്താഴക്കുണ്ട് ഡാമിൽ ഇറിഗേഷൻ്റെ അനുമതിയുണ്ട്. അവർ ഡാമിൻ്റെ ചുറ്റും പിന്നെ ഡാം പരിശോധനയ്ക്ക് വേണ്ടിയുള്ളതാണ്. അതും ഒരു സൈക്കിൾ പാത്തായി രൂപപ്പെടുത്തുന്ന രീതിയിലേക്കാണ് അതിൻ്റെ ഒരു പ്രൊജക്റ്റ് ഞങ്ങൾ അവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ചാലക്കുടി താലൂക്ക് താഴേക്കാട് വില്ലേജ് കൊമ്പിടി തോംസൺ ആശുപത്രിയിലെ മരുന്ന് ഗോഡൌണിൽ അഗ്നിബാധ. ഇന്നലെ രാത്രിയിലാണ് സംഭവം. ചാലക്കുടി താലൂക്ക് താഴേക്കാട് വില്ലേജ് കൊമ്പിടി തോംസൺ ഹോസ്പിറ്റലിന്റെ മരുന്ന് ഗോഡൌണിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ആർക്കും ആളപായമില്ല. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ SSLC +2 പരീക്ഷകളിൽ 100% വിജയം നേടിയ പ്രതിഭകളെ അനുമോദിക്കുന്നതിനായി ആദരം പരിപാടി സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആദരം ഉദ്ഘാടനം നിർവഹിച്ചു. സിവിൽ സർവീസ് പരീക്ഷയിൽ 786 റാങ്ക് ജേതാവായ ഇരിഞ്ഞാലക്കുട സ്വദേശി ഗംഗാ ഗോപി മുഖ്യാതിഥിയായി. ഇരിഞ്ഞാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലളിത ബാലൻ അധ്യക്ഷത വഹിച്ചു. സർഗാത്മകമായ അന്തരീക്ഷം എല്ലാ കലാലയങ്ങളിലും ഉറപ്പാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ബൗദ്ധികമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള സാഹചര്യം ഇന്ന് സർക്കാർ ഒരുക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. കീം പരീക്ഷയിൽ സംസ്ഥാനത്ത് 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ഹരികൃഷ്ണൻ ബൈജു, 17ാം റാങ്ക് കരസ്ഥമാക്കിയ KS അഭിനവ്, ISC പരീക്ഷയിൽ 98% മാർക്ക് കരസ്ഥമാക്കിയ ഇർഫാൻ മയൂഫ്, പഠന വൈകല്യത്തെ അതിജീവിച്ച് ഇംഗ്ലീഷിൽ പുസ്തകം രചിച്ച വിദ്യാർത്ഥിയായ ഫിദൽ PS എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഇരിഞ്ഞാലക്കുട മണ്ഡലത്തിലെ +2 SSLC പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾക്കാണ് പ്രതിഭ പുരസ്കാരം സമർപ്പിച്ചത്. 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളിൽ ഇതോടൊപ്പം പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. ഇരിഞ്ഞാലക്കുട നഗരസഭ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീല ജയഘോഷ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ് ചിറ്റലപ്പള്ളി, KR ജോജോ, KS തമ്പി, ലിജി രതീഷ്, TV ലത, ബിന്ദു പ്രദീപ്, ഇരിഞ്ഞാലക്കുട DEOT ഷൈല, ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പിനിക്കപ്പറമ്പിൽ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്റർനെറ്റ് വളരെ കാര്യമായ നിലയിൽ അവൈലബിൾ ആയിട്ട് തുടങ്ങി. അതിനുശേഷം ജനിച്ച കുട്ടികൾ എന്നുള്ള നിലയിൽ ഡിജിറ്റൽ നേറ്റീവ്സ് ആയിട്ടുള്ള കുട്ടികളാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ
ഒരു ജനത എന്ന നിലയിൽ കേരളത്തിൽ പിടിച്ചു നിൽക്കാനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആ മേഖലകളിലേക്കൊക്കെ കടന്നു ചെല്ലാൻ കഴിയുന്ന വിധത്തിലുള്ള ന്യൂ ജനറേഷൻ കോഴ്സുകൾ നൽകിക്കൊണ്ടും പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സജ്ജീകരിച്ചുകൊണ്ടുമൊക്കെ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ അവിടെ എല്ലാ വിധത്തിലുള്ള അന്തരീക്ഷ സൃഷ്ടിയും ഉണ്ടാകണമെന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 3 പീടിക ടൗൺ ഐഡിയ ജുവല്ലറിയിൽ മോഷണം. ഓണത്തിന് 1 ലക്ഷം തൊഴിലെന്ന മുദ്രാവാക്യവുമായി സ്ത്രീകൾക്ക് നൈപുണ്യ പരിശീലനം നൽകി പ്രാദേശിക തൊഴിലുകൾ ലഭ്യമാക്കുന്നതിന് വിജ്ഞാന കേരളവുമായി സഹകരിച്ചുകൊണ്ട് ഭൂമന്ത്രി MP രാജേഷ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തൃപ്രയാർ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ ചെയർമാനായി മുൻ MP TN പ്രതാപനെ വീണ്ടും തെരഞ്ഞെടുത്തു. അവണിശ്ശേരി കൃഷിഭവന്റെ പുതിയ കെട്ടിട നിർമ്മാണത്തിന് തറക്കല്ലിട്ടു. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.